ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 2ന്റെ റിവ്യൂ ആണ്. വലിയ കാര്യമായിട്ടുള്ള ഫണ്ണൊന്നും എപ്പിസോഡിൽ എനിക്ക് കാണാനായിട്ട് പറ്റിയില്ല. അല്ലെങ്കിലും ഇപ്പോൾ ആർക്ക് ഫണ്ണ് കാണണം? ഈ ഫണ്ണ് കാണണം എന്നുണ്ടെങ്കിൽ നമ്മളിൽ പല ആളുകളും അല്ലെങ്കിൽ ഇവിടെയുള്ള പൊതുബോധം ശത്രുക്കളെ പോലെ കരുതുന്ന ആളുകൾ ബിഗ് ബോസിൽ പോകണമെന്ന് ആളുകൾ ആഗ്രഹിക്കുമോ? അവരെ ഉന്തിത്തള്ളി ബിഗ് ബോസിലേക്ക് കയറ്റി വിടുമോ? ചില ആളുകളൊക്കെ പക വീട്ടുന്നത് പോലെയാണ് ഒരാളെ ബിഗ് ബോസിലേക്ക് കയറ്റാൻ വേണ്ടിയുള്ള പിന്തുണകൾ നൽകുന്നത്. അത് പല രീതിയിലൊക്കെ ആയിരിക്കും. എന്തൊക്കെയാണെങ്കിലും ആളുകൾ ഏറെ ആഗ്രഹിക്കുന്ന കോൺഫ്ലിക്റ്റുകളുടെ ഒരു മാലപ്പടക്കം തന്നെ ഇന്നത്തെ എപ്പിസോഡിലും ഇന്നത്തെ ലൈവിലും ഉണ്ടായിരുന്നു. ലൈവിലുള്ളതാണല്ലോ എപ്പിസോഡിൽ വരുന്നതല്ലേ. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റുകൾക്ക് മെയിനായിട്ട് ഈ മരുന്നിട്ട് കൊടുക്കുന്ന ആളുകൾ ആരാണ്? എല്ലാവരും പറയും അനീഷ്, അഭിലാഷ്. ഈ ഗണത്തിലേക്ക് വരും ദിവസങ്ങളിൽ ആളുകൾ ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കും. എല്ലാ ആൾക്കാരും ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ശൈത്യയെ പോലെയുള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ മറ്റേ റെന ഫാത്തിമയെ പോലെയുള്ള ആളുകൾ, അനു, അങ്ങനെയുള്ള ആളുകളൊന്നും കാര്യമായിട്ടൊന്നും ഇടപെടുന്നില്ല എന്നൊക്കെ ആക്ഷേപം ഉണ്ട് എന്നുണ്ടെങ്കിലും അവരും വരും ദിവസങ്ങളിൽ ഫയറായിട്ട് വരാൻ എല്ലാ സാധ്യതയുണ്ട്. ഈവൻ മറ്റേ ഗിസേൽ പോലും ചില രീതിയിലൊക്കെ ഇടപെടുന്നുണ്ട്. പിന്നെ ഭാഷയുടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു പ്രശ്നങ്ങളിലുള്ള ഒരു ആദ്യ അങ്കലാപ്പുണ്ട്. പിന്നെ ഒരു ഡിഫറെൻറ്റ് കൾച്ചറിലുള്ള ഒരു കൂട്ടം ആൾക്കാരാണല്ലോ. അപ്പോൾ അവരുമായിട്ട് ഒന്ന് ഇടപെടുന്ന സമയത്ത് ഒരു ഒരു ബുദ്ധിമുട്ട്, ആദ്യത്തെ ഒരു തടസ്സം ഉണ്ടാവാനായിട്ടുള്ള സാധ്യത നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ്. എന്തൊക്കെയാണെങ്കിലും അവരുടെ ആ ഒരു ഭാഷയും അവരുടെ വസ്ത്രധാരണവും ഒക്കെ പൊതുവെ ചില ആളുകൾക്ക് അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഷാനവാസ് ചേട്ടനാണെങ്കിൽ വല്ലാത്ത തലവേദന. പുള്ളിക്കാരുടെ വസ്ത്രധാരണത്തെക്കുറിച്ചിട്ട് പുള്ളിക്കാരൻ ആലോചിച്ച് തല പൊട്ടി പോവാറായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഷാനവാസിന് നോമിനേഷനിൽ പറഞ്ഞ ആ ഒരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ ഹൗസിൽ എടുത്തിടായിരുന്നു. പക്ഷേ ഹൗസിൽ അതിട്ട് വലിയൊരു പ്രശ്നമാക്കി കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് വിഷയമാണ്. പക്ഷേ തൻ്റെ ആ ഒരു മനസ്സ് സംസ്കാരത്തെക്കുറിച്ചിട്ടും വസ്ത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടും മര്യാദകളെക്കുറിച്ചിട്ടുമുള്ള തൻ്റെ ഒരു അവബോധം പ്രേക്ഷകരെ അറിയിക്കണം. താനിതൊന്നും ആസ്വദിക്കുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് ഷാനവാസ് ആ ഒരു നോമിനേഷനിൽ ഗിസേലിൻ്റെ പേര് പറഞ്ഞു. മൊത്തത്തിൽ രസമുള്ള ഒരു കൂട്ടം ആൾക്കാരാണ്. പിന്നെ അമിത ആവേശക്കാരെ ഇന്നലെ തന്നെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ അമിത ആവേശക്കാരുടെ ഗണത്തിലേക്ക് ഇനിയും ആളുകൾ വരാൻ സാധ്യതയുണ്ട്. വരുന്ന ദിവസം തന്നെ ആവനാഴിയിലെ എല്ലാ അമ്പും എടുത്ത് തൊടുന്ന ബിരുദന്മാരെ നമുക്കറിയാം. അതിൽ ഞാൻ പ്രതീക്ഷേനേക്കാളും കടത്തി വെട്ടി നിൽക്കുന്നത് അഭിലാഷാണ്. അഭിലാഷിൻ്റെ ഓരോരോ നമ്പറുകൾ എങ്ങനെയെങ്കിലുമൊക്കെ കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചില ആളുകളുടെ പുറകെ നടക്കുകയാണ്. പിന്നെ ഇവരൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടാണ് വീട്ടിൽ നിന്ന് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ അഭിലാഷിനാണെങ്കിൽ രേണു സുധി ഇങ്ങനെ നടക്കുന്നു, പുറത്ത് നല്ല ഹെയ്റ്റ് അവർക്ക് എതിരെയുണ്ട്. അപ്പോൾ അവരെങ്ങനെയെങ്കിലുമൊക്കെ ചൊറിയാൻ വേണ്ടി വെറുതെ അവരുടെ പുറകെ നടക്കുന്നത് പോലെ പല സാഹചര്യങ്ങളിലും എനിക്ക് ഫീൽ ചെയ്തു. അതേപോലെ തന്നെ അനീഷ് ശരിക്കും പറഞ്ഞാൽ ഒരു ഗെയിം ഫോർമാറ്റ് സ്ഥിരമായിട്ട് ആളുകൾ ട്രൈ ചെയ്യുന്ന ഒരു ഗെയിം ഫോർമാറ്റ് ഇന്നലെ മുതൽ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒറ്റപ്പെടാനായിട്ട് ഇടയ്ക്ക് നോക്കും, ഇടയ്ക്ക് ഒരു നല്ലൊരു ലീഡർ ആവാനായിട്ട് ശ്രമിക്കും. മൊത്തത്തിൽ പല കാര്യങ്ങളും പുള്ളി ട്രൈ ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അനീഷിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് ഈ പറയുന്ന സാധനമൊക്കെ എടുത്ത് പുറത്തേക്ക് ഇടുമ്പോഴത്തേന് ബാക്കിയുള്ള ആളുകൾ അതിൽ സ്കോർ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അനീഷാണ് എല്ലാത്തിൻ്റെയും ഒരു തുടക്കം ഇട്ട് വയ്ക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള ആളുകൾ കാര്യമായിട്ട് തന്നെ സ്കോർ ചെയ്യുന്നതായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തു. ഇനിയിപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ കറക്റ്റായിട്ടുള്ള ചില കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ മുതൽ ആരംഭിച്ച വാശിയേറിയ മത്സരം എന്ന് പറയാൻ പറ്റത്തില്ലാത്ത തരത്തിലേക്കുള്ള ആ ഒരു മത്സരത്തെക്കുറിച്ചിട്ട് തന്നെ പറയാം. ആ ഒരു സ്റ്റാർ ബാൻഡ് അത് കൈക്കലാക്കുന്ന ആളുകൾക്ക് കുറേയധികം പ്രിവിലേജുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് രാവിലെയാണ് അനൗൺസ് ചെയ്തത്, ഇത് കൈക്കലാക്കിയിട്ട് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് കിട്ടിയ ആ ഒരു ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും. അതായത് പെട്ടി തിരിച്ചു കൊണ്ടുപോകും. അതേപോലെ തന്നെ വസ്ത്രങ്ങളൊന്നും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ നിന്നുള്ള യൂണിഫോം മാത്രമേ ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ചില നഷ്ടങ്ങളും ഇവർക്കുണ്ടാവും. എന്നാൽ ഈ ബാൻഡ് അടിച്ചു മാറ്റാനായിട്ടുള്ള ആവേശം പല ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല. രേണു സുധിക്കൊന്നും ആ ഒരു ആവേശം ഉണ്ടായിരുന്നില്ല. ഒനിലിന് ആ ഒരു ആവേശം ഉണ്ടായിരുന്നില്ല. ആദ്യ ദിവസം തന്നെ എനർജി വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു നിസ്സംഗ മനോഭാവത്തിലാണ് പല ആളുകൾ വരുന്നത്. ആ ഒരു നിസ്സംഗ മനോഭാവത്തിൽ കൃത്യമായിട്ട് ഗെയിമിനെ മനസ്സിലാക്കാതെ ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ കാര്യങ്ങൾ ഡീൽ ചെയ്തതുകൊണ്ട് അനീഷിന് ഫസ്റ്റ് ക്യാപ്റ്റൻസി ഇവർ നേടിക്കൊടുക്കുകയും ചെയ്തു. ഷേവിംഗ് ഫോം പേപ്പർ പ്ലേറ്റ് അതായിരുന്നു ക്യാപ്റ്റൻസി തെരഞ്ഞെടുപ്പിന് വേണ്ടി ബിഗ് ബോസ് അറേഞ്ച് ചെയ്ത ഒരു ഗെയിം. ശരിക്കും 7ന്റെ പണി എന്താണ് എന്നുള്ളത് കണ്ടസ്റ്റൻസിന് മനസ്സിലാക്കി കൊടുത്ത ഒരു ടാസ്ക് ആയിരുന്നു. അവർ കൃത്യമായിട്ടത് കേട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അനീഷ് വളരെ ക്രൂക്ഡ് ആയിട്ടുള്ള അനീഷിന് പോലും അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അനീഷിന് ഫസ്റ്റ് വീക്ക് അങ്ങനെ നോമിനേഷൻ ഫ്രീ എന്ന് പറയുന്ന ഒരു ആനുകൂല്യം കിട്ടുകയാണ്. അനീഷ് തന്നെ ഇന്നലെയൊക്കെ നമ്മൾ ആ ഒരു പെർഫോമൻസ് കണ്ട ആ ഒരു അനീഷ് തന്നെ
ഈ ക്യാപ്റ്റൻസിയിലേക്ക് വരുമ്പോഴത്തേന് ഈ ആഴ്ചത്തെ കാര്യം ഏകദേശം ഓക്കെയാണ്. ഫുൾ പാക്ഡ് ആയിട്ട് പോകാനായിട്ടുള്ള എല്ലാ സംഗതികളും പുള്ളിയുടെ നേതൃത്വത്തിലുണ്ടാവും. അയാളുടെ പുറകെ നടന്ന് കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അഭിലാഷിനെ പോലുള്ള ആളുകൾ ഉള്ളതുകൊണ്ട് ഈ ഒരു സംഭവം സെറ്റാണ്. അപ്പോൾ ക്യാപ്റ്റൻസിയിലേക്ക് തീരെ വരാൻ യോഗ്യതയില്ലാത്ത ആളുകളെ പറയാനാണ് ബിഗ് ബോസ് പറഞ്ഞത്. അവർക്ക് ഷേവിങ് ഫോം ഇങ്ങനെ മുഖത്ത് തേച്ച് കൊടുക്കണം. പനീഷ് പറഞ്ഞത് ശാരികയാണ്. ശാരിക പറഞ്ഞ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ അതൊക്കെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ എടുത്തിടാം, ഇട്ടോട്ടെ, അതൊക്കെയാണല്ലോ അതിനകത്ത് വേണ്ടത്. ശാരിക പുറത്ത് ഒരു സ്ക്രിപ്റ്റഡ് ഫോർമാറ്റിലാണ് ഇൻ്റർവ്യൂ നടത്താറുള്ളത്. മ്യൂച്വൽ കൺസെൻറ്റോടെയാണ് ഹോട്ട് സീറ്റിൽ ആളുകളെ ഇരുത്തി റോസ്റ്റ് ചെയ്യുന്നത്. അവരത് എഗ്രി ചെയ്തിട്ടാണ് പോലും. ഇത് അനീഷ് പറയുന്നത് ആളുകളെ പറ്റിക്കലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവിടെ അമിതാവേശമാണ്. ഇപ്പം ശാരിക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻറ്റ് അയാൾക്ക് എതിരെ എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി പുറത്തേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി ധൃതി കാണിക്കുന്നത് ശരിക്കും മണ്ടത്തരാണ്. ഇവിടെ ഒരു ഗെയിം അനീഷിൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഇവിടെ വെറുതെ ഈ ഒരു കാരണം എടുത്തിട്ടു. അത് പോരാത്തതിന് ശാരിക ഈ ഒരു കാര്യം പറഞ്ഞ സമയത്ത് അനീഷ് വെറുതെ അതും പറഞ്ഞൊരു ഷോ ഉണ്ടാക്കി. അപ്പോൾ ഏത് എങ്ങനെ എവിടെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് പുള്ളിക്ക് വലിയ ധാരണയൊന്നുമില്ല. കാർഡടച്ചിട്ടുള്ള വെടിവെക്കുന്ന പരിപാടിയാണ്. അതിനുശേഷം അഭിലാഷ് വരുന്നു, അക്ബറിനെ പറയുന്നു കേൾക്കാൻ മനസ്സ് കാണിക്കുന്നില്ല, അവോയ്ഡ് ചെയ്യുന്നു പല സാഹചര്യങ്ങളിലും എന്നുള്ളതാണ് അഭിലാഷിൻ്റെ ഒരു വാദം. നെവിൻ അനീഷിൻ്റെ ആ ഒരു ശാരികയെക്കുറിച്ചിട്ടുള്ള കമൻറ്റ് പറഞ്ഞ് ഇങ്ങനെ ഒരാൾ ക്യാപ്റ്റൻ ആവാനായിട്ട് യോഗ്യനല്ല എന്ന് പറയുന്നു. ആദില ആൻഡ് നൂറ അവർ പിന്നെ കോംബോ ആയിട്ടാണ് വരുന്നത്. രണ്ടാളുകൾ ഒരൊറ്റ പ്ലെയറായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ബിഗ് ബോസിൽ അത് കാണുന്നത്. ഇതിന് മുന്നേയൊക്കെ ഇങ്ങനെ കപ്പിളായിട്ടൊക്കെ ആളുകൾ വരാറുണ്ടായിരുന്നല്ലോ. അത് രസമുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും കൂടെ ആളുകളെ നോമിനേറ്റ് ചെയ്യാം, കൊള്ളാം. അവർ നോമിനേറ്റ് ചെയ്തത് അനീഷിനെയാണ്. അനീഷ് ഒരു മര്യാദ ഇല്ലാത്തവനാണ് എന്നുള്ള പല ആളുകളുടെ അഭിപ്രായം തന്നെയാണ് ഇവർക്കുള്ളത്. ഇഗ്നോർ ചെയ്യുന്നു. ബിൻസിയും അനീഷിനെ തന്നെയാണ് പറയുന്നത്. ഗിസേൽ രേണു സുധിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. രേണു സുധിക്ക് ഗെയിമിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് ക്യാപ്റ്റൻ ആവുക? സരിക അനീഷിനാണ് പറയുന്നത്. ലൈവിൽ എപ്പോഴോ ഈ കൺഫെഷൻ റൂമിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് ആര് പോകണം എന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പാനി ശരത്തും അനീഷുമായിട്ട് ഒരു പ്രശ്നം. ശരത്ത് പോകാമെന്ന് പറഞ്ഞു. അനീഷ് അങ്ങനെ ഒരാളെ പറഞ്ഞു വിടുന്നതിനകത്തുള്ള തൃപ്തി പ്രകടിപ്പിക്കുകയോ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ഇഷ്യൂവിനെ ചൊല്ലിയാണ് സരിക അനീഷിനെ ക്യാപ്റ്റൻസിയിലേക്ക് അനുവദിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഫോം തേക്കുന്നത്. റെന രഞ്ജിത്തിനാണ് പറയുന്നത്, മുൻഷി രഞ്ജിത്തിനെ. റെനയുടെ പ്രായം വളരെ ചെറുതാണെന്നും അയാൾ കുറച്ചും കൂടെ മെച്യൂർഡായിട്ടുള്ള, രഞ്ജിത്ത് കുറച്ചും കൂടെ മെച്യൂർഡായിട്ടുള്ള വ്യക്തിയാണെന്നൊക്കെയുള്ള ഒരു സംസാര ധ്വനി ഈ രഞ്ജിത്തിൻ്റെ സംസാരത്തിൽ, അവരുടെ വട്ടം കൂടിയുള്ള സംസാരത്തിൽ വന്നിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അതൃപ്തിയാണ്. പിന്നീട് വരുന്നത് ശൈത്യയാണ്. ആദില ആൻഡ് നൂറയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവർ ആക്റ്റീവല്ല, അതേപോലെ തന്നെ ശൈത്യമായിട്ടൊന്നും അങ്ങ് മിങ്കിളാവണില്ല എന്നുള്ളതാണ് പരാതി. അനീഷിനെ കുറിച്ചിട്ട് പറയുന്നു. അനീഷ് അങ്ങ് സെറ്റാവുന്നില്ല, കാര്യങ്ങളൊന്നും വകവയ്ക്കുന്നില്ല, മറുപടികളില്ല. അതേപോലെ അനീഷ് ഒട്ടും കമ്പനി ആവാനായിട്ട് വരുന്നില്ല. അങ്ങടേക്ക് ശ്രമിച്ചാലും അയാൾ ഒട്ടും വെൽക്കമിങ് അല്ല. ശാരിക അനീഷിനാണ് പറയുന്നത്. ആര്യൻ ആദിലയാണ് പറയുന്നത്. അപ്പാനി ശരത്ത് രേണു സുധിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. രേണു സുധി ടാസ്കിലൊന്നും ഇടപെടാറില്ല. അതേപോലെ തന്നെ ഫസ്റ്റ് ക്യാപ്റ്റൻ ഇങ്ങനെ ഒന്നിലും ഇടപെടാത്ത ഒരാളാവേണ്ട ആവശ്യമൊന്നുമില്ല. രഞ്ജിത്ത് അനീഷിനെ പറയുന്നു, നേതാവാകാനുള്ള കഴിവൊന്നുമില്ലാത്ത, നേതാവ് സങ്കല്പങ്ങളോട് യോജിക്കാത്ത ഒരു വ്യക്തിയാണ് അനീഷ്. അക്ബർ അനുവിനെ പറയുന്നു. അക്ബർ കഷ്ടപ്പെട്ട് ബാൻഡ് നേടിയ സമയത്ത് ഇത്തിരി കാര്യമായിട്ട് കഷ്ടപ്പെട്ട് അക്ബർ ആ ഒരു ബാൻഡ് നേടിയതാണ്. അപ്പോഴത്തേന് ഈ ബാൻഡ് കിട്ടാനായിട്ട് പണിയെടുക്കാത്ത ആൾക്കാരുടെ ഒരു പറച്ചിലുണ്ടല്ലോ. ഒന്നിലും അതേപോലെ തന്നെ രേണു അനുവൊക്കെ പറയുന്നത്, ഇത്ര ആവേശമൊന്നും ആദ്യം വേണ്ട, നമുക്ക് എനർജി കുറച്ച് സേവ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇവരങ്ങനെയല്ല. ഇവർ പറയുന്നത് ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ കളിക്കണം, അതിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അനുവിൻ്റെ അത്തരത്തിലുള്ളൊരു സമീപനം അക്ബറിന് ഇഷ്ടപ്പെട്ടില്ല. ഒന്നിൽ അനീഷിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പുരോഗമന രീതിയിലേക്കൊന്നും അനീഷ് വരുന്നില്ല. അനീഷ് വല്ലാതെ ജഡ്ജ്മെൻ്റലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെയാണ് ഇതിനകത്ത് വേണ്ടത്. ഏതായാലും ക്യാപ്റ്റൻസിയിലേക്ക് അവസാനം അനീഷ് തന്നെ വന്നല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫോം ഏറ്റുവാങ്ങിയ അനീഷാണ് ഫസ്റ്റ് ക്യാപ്റ്റൻ. ആ ഒരു അനൗൺസ്മെൻറ്റ് ഗംഭീരമായിരുന്നു. ആളുകളുടെ മുഖമൊക്കെ മാറിപ്പോയത് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. കാരണം അവർ ഒരു വിജയഭാവത്തിൽ അനീഷിനെ ഇല്ലാതാക്കിയ ഒരു കോൺഫിഡൻസിൽ നിൽക്കുന്ന സമയത്താണ് ക്യാപ്റ്റൻ അനീഷാണെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത്. അനീഷിൻ്റെ ഒരു ഗെയിമിനെ കുറിച്ചിട്ട് പല ആളുകൾക്കും ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു ഗെയിം പൊളിക്കാനായിട്ടുള്ളൊരു ശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ അഭിലാഷിനെ പോലുള്ള ആളുകളൊക്കെ അങ്ങ് നടത്തുന്നത് ശരിക്കും കയ്യിൽ നിന്ന് പോകാൻ സാധ്യത ഉള്ള ഒരു സംഗതിയാണ്. രേണു, അതേപോലെ തന്നെ സരിക, അനു എന്നിവരൊക്കെ അനീഷിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നത് കേട്ടില്ലേ. അനീഷ് മറ്റേ എല്ലാവരും കൂടെ ഫോമൊക്കെ പുള്ളിയുടെ മുഖത്തങ്ങ് തേച്ചപ്പോഴത്തേനും പുള്ളി അങ്ങോട്ട് പൊട്ടിത്തെറിച്ചു.
ഞാൻ എന്നെ എല്ലാവരും ക്രൂശിക്കുന്നേ എന്നൊക്കെ ആളുകളോട് ഇങ്ങനെ പറയാനായിട്ട് പുള്ളി വെമ്പൽ കൊള്ളുകയാണ്, അമിത ആവേശം കൊണ്ടാണ്. അപ്പോൾ അതുപോലെ ഈ ആഴ്ച പുറത്തു പോകാനായിട്ടുള്ള ആളുകളെ നോമിനേറ്റ് ചെയ്യുന്ന പരിപാടി ഇന്നുണ്ടായിരുന്നു, എവിക്ഷൻ നോമിനേഷൻ. ഇയാൾ അനീഷ് നോമിനേഷൻ ഫ്രീ ആയതുകൊണ്ട് പുള്ളിക്കാരനെ നമുക്ക് ഈ ആഴ്ച സേവ് ചെയ്യാനായിട്ട് പറ്റും. പുള്ളി പോയി കഴിഞ്ഞാൽ പോവും. പിന്നെ പുള്ളിക്കൊന്നും അങ്ങനെ ഹെയ്റ്റ് വരാൻ സാധ്യതയില്ല, കാരണം കഴിഞ്ഞ തവണത്തെ ഒരു ബിഗ് ബോസിൻ്റെ ആ ഒരു അവസ്ഥയൊക്കെ കണ്ടതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾ നിലനിർത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയ ആളുകളിലുള്ളവരാണ് ശൈത്യക്കെതിരെ വ്യാപകമായിട്ടുള്ള ഒരു എതിർപ്പുണ്ടായിരുന്നു. കാരണം ഈ അവിടെ പ്രൊമോഷൻ പർപ്പസിന് വേണ്ടി ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന കോസ്മെറ്റിക് ഐറ്റംസ് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസിൻ്റെ ശകാരം. അപ്പോൾ ശൈത്യ എഴുന്നേറ്റ് കണ്ടപ്പോഴത്തേന് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പിള്ളേർ എഴുന്നേറ്റ് ഇന്ന് ഞാനല്ല സാറേ ബാക്കിയുള്ള ആൾക്കാരെല്ലാം അങ്ങനെയാണ് എന്ന് പറയുന്നത് പോലെ ഫീൽ ചെയ്തു. അതേപോലെ തന്നെ ഫുൾ നെയിം പറയുന്നു. അതൊക്കെ ഈ പഠിപ്പികളിൽ സ്ഥിരമായി നമ്മൾ കണ്ടിട്ടുള്ളൊരു സംഗതിയാണ്. ഈ രാഹുൽ രാഘവൻ അങ്ങനെ ചെയ്തു സാർ എന്നൊക്കെ പറയുന്നത് പോലെ ശൈത്യ ഏതോ ഒരു പേര് പറഞ്ഞായിരുന്നു, ഞാനത് മറന്നുപോയി. 100 തരം കുറ്റങ്ങളാണ്. ബിഗ് ബോസ് ഒരു നീണ്ട കുറ്റങ്ങളുടെ നിര പറഞ്ഞിട്ടാണ് ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയത് എന്ന് പറഞ്ഞത്. അതിൽ ഗിസേലിൻ്റെ വസ്ത്രധാരണം, സംസ്കാരം. അപ്പോൾ അയാളുടെ സംസ്കാരം അതല്ല എന്ന് വെച്ചിട്ട് അവരുടെ സംസ്കാരം മാറ്റാനായിട്ട് പറ്റുമോ? അവരുടെ സംസ്കാരം അതാണ്. അപ്പോൾ ഷാനവാസ് ആ ഒരു സംസ്കാരത്തെ അക്സെപ്റ്റ് ചെയ്യുക, ഷാനവാസിൻ്റെ സംസ്കാരവുമായിട്ടിരിക്കുക. ഷാനവാസ് അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇടണ്ട, അത് അവരുടെ സംസ്കാരമാണ്. നിങ്ങളുടെ സംസ്കാരം മികച്ചത്, അവരുടെ സംസ്കാരം മോശം എന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ലല്ലോ. അനുവിനും ഷാരിയയ്ക്കും 2 വോട്ട്, ആര്യൻ 3, രേണു, നവീൻ, ഗിസേൽ 4 വോട്ടുകൾ, രഞ്ജിത്തിന് 5, ശൈത്യയ്ക്ക് 8. അപ്പോൾ ഈ ആഴ്ച അവരെയൊക്കെയാണ് പുറത്തേക്ക് വിടാനായിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിലാരെങ്കിലുമൊക്കെ പുറത്ത് പോവുമായിരിക്കും. 7ൻ്റെ പണിയല്ലേ, ചിലപ്പോൾ 2 പേരൊക്കെ പോവുമായിരിക്കും. പിന്നീട് എപ്പിസോഡിൻ്റെ അവസാനം നിങ്ങൾ കണ്ടതുപോലെ രേണു സുധിയുടെയും ഷാനവാസിൻ്റെയും തലവേദനയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ. ഈ ക്യാപ്റ്റനോട് നേരിട്ട് പോയി രേണു സുധി തലവേദനയുടെ കാര്യം മുന്നേ പറഞ്ഞതുകൊണ്ട് ആ ഒരു തലവേദന ക്യാപ്റ്റൻ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഷാനവാസിൻ്റെ തലവേദന സർട്ടിഫൈഡ് തലവേദനയല്ല. അവസാനം രേണു സുധിയുടെ തലവേദന കൺഫേം ആക്കാൻ വേണ്ടി ഡോക്ടറെ കൊണ്ടുവരണം എന്നൊക്കെയുള്ള രീതിയിലുള്ള റിക്വസ്റ്റുകൾ, മെഡിക്കൽ എമർജൻസി റിക്വസ്റ്റുകളൊക്കെ വരികയുണ്ടായി. ഡോക്ടർക്ക് അവരുടെ കൂടെ ഇല്ലേ? ഈ തലവേദനയൊക്കെ ഉണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? സിമ്പിളായിട്ട് പറ്റുന്ന പരിപാടിയാണോ? അല്ലെങ്കിൽ അത് തലക്കകത്ത് വേറെ എന്തെങ്കിലും വലിയ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലല്ലേ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. എന്തൊക്കെയാണെങ്കിലും ഇവരുടെ രസമുള്ള ചില ആവശ്യങ്ങളൊക്കെയാണ്. മെഡിക്കൽ എമർജൻസി 1ാമത്തെ ദിവസം തന്നെ ഈ മെഡിക്കൽ എമർജൻസി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ രേണു സുധിയൊക്കെ എന്ത് ചെയ്യും? അതേപോലെ തന്നെ ഈ മൈഗ്രെയിനൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് തീരെ പറ്റില്ല, കാരണം അമ്മാതിരി അലമ്പാണല്ലോ. എന്തൊക്കെയാണെങ്കിലും ഫസ്റ്റ് എപ്പിസോഡാണ്, ഒക്കെ ഒന്ന് ട്രാക്കിലായി വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഈ വൈൽഡ് കാർഡ് എൻട്രികളൊക്കെ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എനിക്കൊരു വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു എപ്പിസോഡായിട്ടാണ് തോന്നിയത്. പിന്നെ ഫസ്റ്റ് ഡേയിൽ മുന്നേ ഉള്ള സീസണൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും കുറച്ചും കൂടെ രസമായിട്ട് മാറിയിട്ടുണ്ടാവാം, പല ആളുകൾക്കും തോന്നിയിട്ടുണ്ടാവാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നന്ദി.